ഇന്നത്തെ നമ്മുടെ വചനം റോമർ 4:18 മുതൽ 22 വരെ. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടിരിക്കുന്ന അനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസം ഇല്ലാത്തവനെ പോലെ ദൈവവാഗ്ദത്തത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അബ്രഹാമിനോടാണ് ദൈവം പറഞ്ഞത്, താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന്. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്നിട്ടും അബ്രഹാം അത് വിശ്വസിച്ചു. 100-ാമത്തെ വയസ്സിൽ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്ന ഈ അവസരത്തിലാണ് ഈ വാഗ്ദത്തം അവന് കിട്ടിയത്. സാറായുടെ ഗർഭപാത്രം വന്ധ്യവുമാണ്. പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വാക്ക് തന്നവൻ വിശ്വസ്തനാണ്, വാക്കു പാലിക്കുമെന്ന് അവനറിയാമായിരുന്നു. അതുപോലെ നമ്മളിൽ പലർക്കും ദൈവത്തിൻ്റെ വാക്കുണ്ട്. എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ 76 വയസ്സുവരെ പലപ്പോഴും എനിക്ക് ഓരോരോ അസുഖങ്ങൾ കൂടാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഞാനങ്ങനെ 76 വയസ്സുവരെ ഈ രീതിയിൽ മുന്നോട്ട് പോകും എൻ്റെ കർത്താവേ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്, വാക്ക് മാറില്ല. അത് നമ്മൾ വിശ്വസിക്കണം. അബ്രഹാം അത് വിശ്വസിച്ചതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി അനുഭവപ്പെട്ട് 100-ാമത്തെ വയസ്സിലും അവന് പുത്രനുണ്ടായത്.